ഇന്നലത്തെ ഒരു ദിവസം തൃശ്ശൂരും കേരളം ആകെ ചർച്ച ചെയ്തിരുന്നു അങ്ങയുടെ സഹപ്രവർത്തനായ കലാഭവന്റെ സഹോദരന് നേരെ കലാകാരന് ഞാൻ അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ പറയുന്നത് അത് നിയമപരമായിട്ട് ഡീൽ ചെയ്യേണ്ട വിഷയമാണ്. ഈ കേരളത്തിലാണ് ഇത് കേൾക്കൂ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വികസനം അല്ലെങ്കിൽ ഭരണത്തിൻ്റെ പേരിൽ നടത്തിയ ക്രൗര്യം, ആ ഭരണത്തിൻ്റെ ക്രൗര്യത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തത്തിലെ വീഴ്ച, ഇതെല്ലാം ചർച്ചയിൽ നിന്ന് പോയില്ലേ? അവരൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നിയമപരമായി ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. ഇത് കൊണ്ടുവന്ന് ഇലക്ഷനിൽ ജനങ്ങളെ ധരിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ മറച്ചു വയ്ക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ടാവുന്നു എന്നുള്ളത്. അതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ക്രൂശിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർപ്പുണ്ടായി എന്ന് കണ്ടപ്പോഴത്തേക്കും അതിനെയും മൂടിക്കെട്ടണം, അതിനും ഒരു വിഷയം കൊണ്ടുവരണം. ഇതായിരിക്കാം. ഞാൻ അതിനകത്ത് പറഞ്ഞ ആളിനെ കുറ്റം പറയുകയോ അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങിയ ആളിനെ പ്രകീർത്തിക്കാനോ അല്ല നിൽക്കുന്നത്. 28-ാം തീയതി എൻ്റെ അമ്പലത്തിൽ എൻ്റെ ചെറുപ്പാണ്, എൻ്റെ നക്ഷത്രമാണെന്ന് ചോദി. എല്ലാ വർഷവും എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ തൊട്ട് ഒരു ദിവസം ഞങ്ങളുടെ ചെറുപ്പാണ്. ഇപ്പോൾ ഞാനത് ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ നക്ഷത്രത്തിലാണത് ചെയ്യുന്നത്. എൻ്റെ കുടുംബം എല്ലാവരും ഒത്തുചേർന്ന് നിന്നാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പം പരിപാടികളൊന്നും അങ്ങനെ നടക്കാറില്ല. 41 ദിവസം 1, 2, 3 സ്റ്റേജ് പ്രോഗ്രാംസ് നടത്തിയിരുന്നു. അവിടുത്തെ സിനിമാസ്കോപ്പ് സ്റ്റേജ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് അവിടെയാണ്. അതെൻ്റെ അച്ഛനാണ് അത് നിർമ്മിച്ചത്. അതിൻ്റെ ബേസിക് സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റേജ്, അതെൻ്റെ അപ്പൂപ്പനാണ് നിർമ്മിച്ചത്. ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അദ്ദേഹം അന്ന് അവൈലബിൾ ആണെങ്കിൽ, അദ്ദേഹത്തിന് ടീമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം. എൻ്റെ നടപടികൾ അങ്ങനെയാണ്. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഒരുപാട് തവണ അദ്ദേഹത്തെ വിളിച്ചു. അല്ലാതെ പബ്ലിക്കായിട്ട് വന്ന് അങ്ങോട്ടെറിഞ്ഞ് ഇങ്ങോട്ടെറിഞ്ഞ് ആ കളിക്ക് എന്നെ വിളിക്കുന്നു. ഇലക്ഷനിലും ഞാൻ എൻ്റെ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. താരതമ്യ പഠനം ഒന്നുമല്ല. പഠനം, ആ പഠനത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫ്ലക്സ് ഓഫ് മെറ്റീരിയൽ, അത് കരുവന്നൂരായാലും സിദ്ധാർത്ഥായാലും ശരത്ലാലായാലും കൃപേഷായാലും വാളയാറായാലും ഇതെല്ലാം ജനങ്ങളെ ഓർമ്മിപ്പിക്കും. ഞാൻ അത് ഓർമ്മിപ്പിക്കുന്നതിനകത്ത് പ്രയാസമുള്ളവർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്ത് അതിന് പുകമറ സൃഷ്ടിക്കും. ജനങ്ങൾ അതിൽ വഞ്ചിതരാവരുത് എന്ന് എനിക്ക് പറയാനില്ല. നമ്മൾ എന്തെല്ലാം പ്രകീർത്തനമായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആലപ്പുഴ എന്ന് പറയുന്ന ജില്ല എവിടെയാണ് കിടക്കുന്നത്? കൊല്ലത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഇപ്പോൾ കായംകുളം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണെങ്കിലും ഞങ്ങൾ കൊല്ലംകാർക്കത് കൊല്ലം പോലെ തന്നെയാണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളടക്കം കഴിഞ്ഞ ഒരു 40 വർഷമായിട്ടെങ്കിലും ഏത് ലെവലിലാണ് കിടക്കുന്നത്? അപ്പോൾ അതിനെ ഉയർത്തിയെടുക്കുന്നതിന് ഒരു നാഷണൽ സിംബൽ എവിടെയാണ് വരേണ്ടതെന്ന് ഇവിടുത്തെ ഭരണകർത്താക്കൾ തീരുമാനിച്ചാൽ ആ ഒരു ജില്ലയുടെയും ആ പ്രദേശത്തെ ജനങ്ങളുടെയും അവരുടെ സ്വത്തിൻ്റെയും മൂല്യം എന്ന് പറയുന്നത് വർദ്ധിക്കും. റിയൽ എസ്റ്റേറ്റും റെൻ്റൽസും എല്ലാം വർദ്ധിക്കും. മണ്ണിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് വർദ്ധിക്കുക. ആ മണ്ണിൽ വിളയുന്ന വിളവുകളുടെ, അത് മത്സ്യമായാലും നെല്ലായാലും പച്ചക്കറികളായാലും അതിനെല്ലാം ഒരു വിപണി എന്ന് പറയുന്നത് ബ്രാൻഡഡ് ആവും. ഒരു ആലപ്പി ബ്രാൻഡ് അതിനകത്ത്. അപ്പം ഞാൻ ഉടനെ അതെല്ലാം ഇനി തൃശ്ശൂർ വേണം എന്ന് പറഞ്ഞുകൂടാ. തൃശ്ശൂരിൽ വ്യവസ്ഥാപിതമായിട്ട് എന്തൊക്കെ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ശക്തൻ മാർക്കറ്റ് 2019 ഇലക്ഷന് വന്നപ്പോഴും ഞാൻ പറഞ്ഞതാണ്. 2019 തന്നിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു തുടക്കം എങ്കിലും എനിക്ക് കുറിക്കാൻ സാധിക്കുമായിരുന്നു. ഒരു 7-8 വർഷത്തെ പരിശ്രമമാണ് ഒരു പ്രോജക്റ്റ്. നമുക്ക് അതിന് എല്ലാം ഈ ചുവപ്പ് നാട് തന്നെയാണ് അതിൻ്റെ തടസ്സം നിൽക്കുന്നത്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുഴിയുടെ അളവ് ഒരടി കൂടിപ്പോയി, അതിനും തടസ്സം വയ്ക്കും. ഒരടി കുറഞ്ഞു പോയാൽ അതിനും തടസ്സം വയ്ക്കും. സിമെൻറ്റിൻ്റെ അളവ്, കമ്പിയുടെ എണ്ണം, ഇതൊന്നും ഇവിടെ പരിശോധിക്കുന്നേ ഇല്ല. ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന എവിടെയാ? ഒരു സ്കൂളിൻ്റെ തട്ട് മുഴുവൻ കഴിഞ്ഞ ദിവസം പൊളിച്ചു കളഞ്ഞത് പ്രിയ ഇളവള്ളി മഠം പോയി റിപ്പോർട്ട് ചെയ്തത് ചെമ്പൂച്ചിറ രവീന്ദ്രൻ മാഷിൻ്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശമാണ് അല്ലേ? എന്താണ് ഇങ്ങനെ ഒരു ഗതികേട് വരുന്നത്? പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞതല്ലേ? അപ്പോൾ നാട്ടുകാരന് വോട്ട് നൽകിക്കഴിഞ്ഞാൽ വിലയില്ല. നാട്ടുകാരന് വോട്ട് നൽകിക്കഴിഞ്ഞ് വില നൽകുന്ന സമ്പ്രദായവുമായിട്ടാണ് ഞാൻ വരുന്നത്. എന്നെ സ്വീകരിക്കൂ, എന്നെ ഈ ജോലി ഏൽപ്പിക്കൂ. മറ്റ് പ്രവർത്തകർ
തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരുടെ വീഴ്ചകളെ ഞാൻ ഒരിക്കലും ആരോപണമായിട്ട് ഉന്നയിക്കില്ല. പ്രവർത്തനത്തിലൂടെ ഇതായിരുന്നു പ്രവർത്തനം നടക്കേണ്ടിയിരുന്നത് എന്ന് പറയുന്ന ഒരു നന്മയോ അല്ലെങ്കിൽ അതിനെ ചെളിവാരി എറിയലായിട്ട് ആരെങ്കിലും വ്യാഖ്യാനിക്കുമെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി, ഈ